ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻസൊക്കെ വായിച്ചപ്പോൾ അതിൻ്റെ ബേസിലൊരു വീഡിയോ ആണ്. സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റിയിൽ എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്ക് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു വീഡിയോ സീരീസ് ആണിത്. അപ്പോൾ വീഡിയോസ് ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയ്ക്ക് കിടക്കാം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ സീരീസ് മാത്രം അനലൈസ് ചെയ്യുന്നത്. ഇത് ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പാർട്ട് 1 വീഡിയോസാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ഉറപ്പുള്ള ഏരിയാസാണ്. അപ്പോൾ നിങ്ങൾ ഈ ഏരിയകൾ എന്തായാലും പഠിക്കണം. അപ്പോൾ ഈ തരത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് വേറെ തരത്തിലായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഏതാണോ ആ ഒരു രീതി അത് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ മോഡൽ റെസ്യൂം ഫോർ എ ഫ്രഷ് ഗ്രാജുവേറ്റ്. നമ്മൾ ഒരു റെസ്യൂം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒരു ഫ്രഷ് ഗ്രാജുവേറ്റിൻ്റെ ഒരു റെസ്യൂം എങ്ങനെയായിരിക്കണം. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബേസിലൊരു എങ്ങനെ നമ്മൾ ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ തേർഡ് മൊഡ്യൂളിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് റെസ്യൂം എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ സ്റ്റേജസ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഹൈലൈറ്റ് ചെയ്യണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഫ്രഷർ ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇൻറ്റേൺഷിപ്പ് പ്രൊജക്റ്റ് വർക്ക് അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ടിട്ടൊരു റെസ്യൂം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു മോഡൽ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിയറിയും ചോദിക്കാം, പ്രാക്ടിക്കലും ചോദിക്കും. അപ്പോൾ ആ ഒരു സെക്ഷന്, അതായത് ഇപ്പോൾ റെസ്യൂമേത്തെ ഇതിപ്പോൾ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചിലപ്പോൾ എക്സാമിന് തിയറി ചോദിക്കാം, അതായത് എന്താണ് റെസ്യൂം എന്നൊക്കെയുള്ള തിയറി ചോദിക്കാം. പ്ലസ് ഈ പറഞ്ഞ പോലെ ഈ തരത്തിലുള്ള പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസുകളും ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കേണ്ടത്, വാട്ട് ആർ ദ കീ പോയിൻറ്റ്സ് ഇൻ എ സക്സസ്ഫുൾ ജോബ് ഇൻ്റർവ്യൂ. ഒരു ജോബ് ഇൻ്റർവ്യൂവിൻ്റെ സക്സസ്ഫുൾ ആകണമെങ്കിൽ വേണ്ട കുറച്ച് കീ പോയിൻറ്റ്സുകൾ. നമ്മളീ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പഞ്ച്വാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരിക. അതുകൂടായിട്ട് ഇവിടെ ചോദിക്കാം വാട്ട് ഈസ് ഇൻ്റർവ്യൂ, എന്താണ് ഇൻ്റർവ്യൂ, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ടൈപ്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ മൂന്നാമതായി നോക്കേണ്ട ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് നെറ്റ്വർക്കിംഗ് ഇൻ കരിയർ ഡെവലപ്മെൻറ്റ്. കരിയർ ഡെവലപ്മെൻറ്റിൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ചോദിക്കുന്നത്. നമുക്കിതൊരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ടും കാണാം. ഇതിനെ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച ആ ഒരു കീ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ഇതിനൊരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി തിയറിറ്റിക്കലി അല്ലാതെ നമുക്ക് നമ്മുടെ നോളജും കൂടി ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ലെവലിൽ ചിന്തിച്ചിട്ട് എഴുതാൻ പറ്റുന്നൊരു ഏരിയയാണ് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സാമിന് 10 മാർക്കിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ അധികമുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ വീണ്ടും റെസ്യൂമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു അല്ലേ. ഇവിടെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഈ റെസ്യൂമയുടെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യന് 10 മാർക്കിനോ ഓക്കെ നോട്ട് ചെയ്യണം, 10 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 6 മാർക്കിനോ ചോദിക്കാവുന്നതാണ്. പിന്നെ കവർ ലെറ്റേഴ്സ് ആൻഡ് ജോബ് ആപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ കവർ ലെറ്റേഴ്സ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കവർ ലെറ്റേഴ്സ്. പിന്നെ ടി ലെറ്റർ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. ടി ലെറ്റർ, ടേബിൾ ഫോം ടി ലെറ്റർ ഉണ്ട്. അപ്പോൾ ടി ലെറ്ററിൻ്റെ ടേബിൾ ഫോം ചോദിക്കാം. ആ ഒരു ഫോമിൽ നമ്മൾ ഈ ഒരു ടി ആകൃതിയിൽ വരച്ചിട്ട് ഏതൊരു 4 കോളത്തിൽ ഫില്ല് ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ ജോബ് ആപ്ലിക്കേഷൻസും അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ നോക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇതേ വീണ്ടും നെക്സ്റ്റ് നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. അത് തന്നെ വീണ്ടും ഇവിടെയും ചോദിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടില്ല. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്താണ്, മോക്ക് ഇൻ്റർവ്യൂസ് എന്താണെന്ന് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് എഴുതാൻ എക്സാമിന് ചോദിക്കാം. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂ എന്താണ്, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഫോർമൽ ഇൻ്റർവ്യൂ, ഇൻഫോർമൽ ഇൻ്റർവ്യൂ, ഫേസ് ടു ഫേസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ നിങ്ങൾ നോക്കി വെക്കണം. ഇൻ്റർവ്യൂവിൻ്റെ മീനിങ്, ഇനി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും അല്ലെ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ്, ടീം മാനേജ്മെൻറ്റ്, കോൺഫിഡൻസ്. അപ്പം അത്തരത്തിലുള്ള സ്കിൽസുകളും ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസറായിട്ട് ആഡ് ചെയ്ത് എഴുതണം. പിന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകൾ, അതായത് നമ്മൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ അല്ലേ, നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി ചെയ്തിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക്ഡിൻ, നൗക്രി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രതിപാദിക്കണം. അതായത് അത്രയും എക്സാമ്പിൾസുകൾ നമുക്കൊരു ജോബ് കിട്ടാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി അവിടെ നിങ്ങൾ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ,
പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒന്നാണ് പ്രോബ്ലം സോൾവിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പ്രോബ്ലം സോൾവിങ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, ഇതൊക്കെ നമ്മുടെ ഡിഫറെൻറ്റ് സ്കിൽസുകൾ, നമ്മളെ എംപ്ലോയബിലിറ്റി സ്കില്ലുകൾ വരുന്നതാണ് ഈ പ്രോബ്ലം സോൾവിങ്, ടൈം മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയത്തെ സബ് പോയിൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്. പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ ക്രിറ്റിക്കൽ തിങ്കിങ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ ഒരു വീഡിയോ നമ്മൾ അവരോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന സബ് സ്കില്ലുകളാണ് ഇതൊക്കെ. അപ്പോൾ ആ സബ് സ്കില്ലുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ സ്റ്റെപ്സും വിത്ത് എക്സാമ്പിൾസ് സഹിതം എക്സാമിന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എഫക്റ്റ് കരിയർ ഗ്രോത്ത്. ഇത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ലെവൽ, നമ്മൾ തിയററ്റിക്കൽ നമുക്ക് പ്രാക്ടിക്കൽ ലെവൽ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം സോൾവിങ്ങും. അത് കരിയർ ഗ്രോത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ, എംപ്ലോയബിലിറ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഏരിയയാണ്. ആ ഒരു ചാപ്റ്റർ മൊത്തം പഠിച്ചതിൻ്റെ ഒരു ബേസിലൊരു ബ്രീഫ് സമ്മറി പോലെ നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങും അതിൻ്റെ സ്കില്ലും കരിയർ ഗ്രോത്തിനെ കൂടി മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന മോഡലിലൊക്കെയാണ് ക്വസ്റ്റ്യൻസുകൾ വരിക. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസിൻ്റെ അവിടെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഈ ഒരു 3 ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. ഡിസ്ക്രൈബ് ദി ക്വാളിറ്റീസ് ഓഫ് ഇഫക്റ്റീവ് ടീം മെമ്പർ. ടീം മെമ്പർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ്? ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ടീം മാനേജ്മെൻറ്റ്, സ്പിരിറ്റ്, കോർഡിനേഷൻ, അങ്ങനെ കാര്യങ്ങളാണ് ഈ ഒരു ക്വാളിറ്റീസ്. ഒരു ഇഫക്റ്റീവ് മെമ്പർക്ക് വേണ്ട, ടീം മെമ്പർക്ക് വേണ്ട ക്വാളിറ്റീസ് ആയിട്ട് നമ്മുടെ എംപ്ലോയബിലിറ്റി സ്കില്ലിൽ വരുന്ന ഘടകങ്ങൾ തന്നെയാണ് വീണ്ടും ഈ ഒരു ഇഫക്റ്റീവ് ടീം മെമ്പർക്ക് വേണ്ട ക്വാളിറ്റീസ് ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ കോൺഫ്ലിക്റ്റ് റിസോൾവ്ഡ് ഇൻ എ ടീം. ഇതൊരു ആപ്ലിക്കേഷൻ ലെവലാണ്. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10 മാർക്കിനൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ സമീപിക്കണം. അതായത് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ നമുക്ക് ഒരു ടീമിൽ ഉണ്ടായാൽ എങ്ങനെ ഒഴിവാക്കാം. അപ്പോൾ ഇവിടെയും ചോദിക്കുന്നത് എന്ത് തന്നെയാണ്, ടീം ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ തന്നെയാണ് ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. കോൺഫ്ലിക്റ്റ് ഒഴിവാക്കണമെങ്കിൽ നല്ലൊരു ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കണം, കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പ് സ്കില്ലുകൾ ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പം ഈ 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഏകദേശം സെയിം ആയിട്ടാണ് വരിക. ക്വാളിറ്റീസ് തന്നെയാണ് നമ്മൾ രണ്ടിലും ഹൈലൈറ്റ് ആയിട്ട് എഴുതേണ്ടത്. അതായത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റീസ് ഉണ്ടായിരിക്കാം. ആ ക്വാളിറ്റീസിനെ വേണം അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലീഡർഷിപ്പ് ഇൻ എംപ്ലോയബിലിറ്റി. എംപ്ലോയബിലിറ്റിയുടെ റോള് ലീഡർഷിപ്പിൽ എങ്ങനെയാണ്. അപ്പോൾ കണ്ടില്ല, ഈ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഒരു കോമൺ ആൻസർ ഇതിലാണ് വരിക. അപ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ച് എഴുതുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് ചെയ്ത ലീഡർഷിപ്പ് ഒരു ടീം മാനേജ്മെൻറ്റിനും ഒരു കോപ്പറേഷനും കോർഡിനേഷനിലും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുമായിട്ട് ക്വാളിറ്റീസിന് തന്നെ വീണ്ടും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യന് കണ്ടില്ല ഏകദേശം കോമൺ ആണ്, പക്ഷേ ഡിഫറെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് ഓരോ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ഉണ്ടാക്കി നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇത്രയാണ് നമ്മളെ സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയാസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.